അയാളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടാ. നമ്മളങ്ങനെ ഈ ഫൈറ്റിൽ ജയിച്ചു. ഹലോ ചേട്ടാ, അതെ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ദേ അയാളെ അടിച്ചു വീഴ്ത്തിട്ടു. ഇനി എനിക്ക് ആ ഇഞ്ചക്ഷൻ തന്നേക്ക്. ആടാ ഫ്രാങ്ക്ലിനെ, ഇത് നോക്ക്. ഇതാണ് നിനക്കുള്ള ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷൻ അടിച്ചാലേ നീ ഒരു ദിവസത്തേക്ക് പവർഫുൾ ആയിട്ട് മാറും. ഞാനപ്പോ ഈ ഇഞ്ചക്ഷനെ നിന്റെ ചന്തിമ ഒന്ന് കുത്താം. 12 seconds later. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, ഇതുണ്ടല്ലേ, ഞാനങ്ങനെ ഫൈനലി പവർഫുൾ ആയിട്ട് മാറിയേക്കാണ് കേട്ടാ. എനിക്കിവിടെ കുറെ മസിലൊക്കെ വന്നു. പക്ഷെ ഇതൊക്കെ ഒരു ദിവസത്തേക്ക് മാത്രമല്ലോ. നാളെ ആകുമ്പോൾ ഞാൻ പഴയ പോലെ ആവേ. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ മതി, അതൊക്കെ ധാരാളം. എടാ ഫ്രാങ്ക്ലിനെ, എന്നാ പിന്നെ ചില്ല്. പോയിട്ട് നിന്റെ റിവെഞ്ച് ഒക്കെ കംപ്ലീറ്റ് ആക്ക്. ആ ചേട്ടാ, എനിക്ക് പോയിട്ട് റിവെഞ്ച് എടുക്കണം. എടാ ഷിൻചാനെ വായോ, നമുക്കേ അയാളുടെ വീട്ടിലേക്ക് പോവാം. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും അയാളെ വെറുതെ വിടാൻ പാടില്ല. അയാളുടെ കാര്യത്തിൽ തീരുമാനാക്കണം. Later. ഓക്കെ, നമ്മളങ്ങനെ അയാളുടെ വീട്ടിലേക്ക് വന്നേക്കാ. ഇതാണ് അയാളുടെ വീട്. ഇത് പിന്നെ കണ്ടില്ലേ, നമ്മുടെ ഫെറാറി ഇത് എവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഈ കാറൊക്കെ എടുത്തോണ്ട് പോണം. ഇവിടെ പിന്നെ ഒരു റേഞ്ച് റോവർ ഉണ്ട്. ഇത് അയാളുടെ സ്വന്തം കാറാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ തല്ലി പൊട്ടിക്കാം. ഒരു മിനിറ്റ്, ഇതെന്തത്? ഞാനിവിടെ എന്തോ സൗണ്ട് ഒക്കെ കേട്ടൂലോ. എന്തോ ഗ്ലാസ് ഒക്കെ തല്ലി പൊട്ടിക്കുന്ന സൗണ്ട് ഒക്കെ കേട്ടേട്ടാ. എനിക്ക് തോന്നണതേ നമ്മുടെ വീട്ടിലേക്ക് ആരോ കയറി വന്നുന്നാ. അവിടെ ആരും നിൽക്കണ്ടല്ലോ. ഇത് ഇയാളല്ലേ? എടാ, നീ എന്താ ഇവിടെ? നിനക്ക് കിട്ടിയതൊന്നും പോലെ. അതൊക്കെ പോട്ടെ, ഇത് എന്തുട്ടാ അത്? കുറെ മസിലൊക്കെ ഉണ്ടല്ലോ. എന്തുട്ടത്, വെപ്പ് മസിലാണോ? ഇതൊക്കെ കണ്ട ഞാൻ പേടിച്ചു പോന്ന് വിചാരിച്ച. ഒന്ന് പോയടാ അവിടെന്ന്. വെപ്പ് മസിലാ? അതെന്ത് സംഭവം? അതെ, നിനക്ക് ഈ മസിലിന്റെ പവർ എന്താന്ന് അറിയില്ല. എന്നാ പിടിച്ചോ, ചാവട അങ്ങോട്ട്. നീ കുറെ നേരയില്ലോ നമ്മുടെ അടുത്ത് ചൊറിയാൻ നിക്കണ്. അയ്യോ, ഇതെന്തത്? അതെ, എന്നെ ചെയ്യല്ലേ, എന്നെ വെറുതോട്ടേക്ക്. നിന്നെ ഞാൻ വെറുതോടില്ല. എന്നാ പിടിച്ചോ. നിന്നെ വെറുതോട്ടാലേ എനിക്ക് സമാധാനം കിട്ടില്ലേ? അല്ല പിന്നെ. അതൊക്കെ അത്ര ഉള്ളോ? നമുക്കിനി ആ ചെക്കനും വെറുതെ വിടണ്ടാ. ഇത് പിന്നെ ആ ചെക്കന്റെ വണ്ടിയാണ്. ഈ വണ്ടി വെച്ചിട്ടാ അവനെന്നെ വണ്ടി അടിച്ചു കൊല്ലാൻ നോക്കിയേ. ഇന്ന് ഞാനേ ഇവനും വെറുതെ വിടില്ല. ചാവട അങ്ങോട്ട്. എടാ ഷിൻചാനെ, അനെ കൊല്ലണ്ട, അനെ വെറുതോട്ടേക്ക്. ആണോ? എന്നാ ശരി. അണ്ണൻ പറഞ്ഞ കാരണം ഞാൻ എന്നെ വെറുതെ വിടാ. അല്ലെങ്കിലും അവനെ കൊന്നിട്ട് ഒരു കാര്യമില്ല. അണ്ണ അതെ, ഒരു കാര്യം ചെയ്യ്, ആ ഫെറാറി എടുത്തോണ്ട് പോയോ. ഞാൻ ദേ ഈ വണ്ടി എടുത്തോളാം. ആണോ? എന്നാ ശരി, നീ ആ കോട്ട് ബൈക്ക് എടുത്തോ, ഞാൻ ഈ ഫെറാറി എടുത്തോണ്ട് വരാം. ഹാവു, ഇപ്പോഴാണ് ഒരു സമാധാനമായേ. നമുക്കങ്ങനെ അയാളുടെ അടുത്ത് റിവഞ്ച് എടുക്കാൻ പറ്റി. ആ ഇഞ്ചക്ഷന് നല്ല പവർ ഉണ്ട് കേട്ടാ. ഒരു ദിവസത്തേക്കായാലും നല്ല പവർ ഉണ്ട്. നമുക്ക് ശരിക്കും അയാളെ അടിച്ച് പഞ്ഞിക്കിടാൻ പറ്റി. ഞാൻ പിന്നെ അയാളെ എങ്ങോട്ടേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞു. അയാൾ മിക്കവാറും ജീവനോടെ ഉണ്ടാവില്ല. അതിപ്പോ പടയുണ്ടാവും. എന്തേലും ആവട്ടെ, നമ്മുടെ അടുത്ത് ചൊറിഞ്ഞാലേ എങ്ങനെ ഉണ്ടാവും. ഗൈസ്, അപ്പൊ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവര് ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.